കെ കരുണാകരനെ അട്ടിമറിച്ചവർക്ക് ചരിത്രം മാപ്പ് നൽകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജൻ കേസിൽ കരുണാകരനെ കൊലയാളിയായും ചാരവൃത്തിക്കേസിൽ രാജ്യദ്രോഹിയായും ചിത്രീകരിച്ചവർ മഹാപാപികളെന്നും കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം. ഉടൻ എഴുതാൻ പോകുന്ന പുസ്തകത്തിലെല്ലാം തുറന്നെഴുതുമെന്നും ചെറിയാൻ ഫിലിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ്, ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കൂടുതൽ ഉള്ളടക്കങ്ങൾ എന്തെല്ലാമാണ്? കോൺഗ്രസിൽ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്ന സാഹചര്യത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വിലയിരുത്താൻ കഴിയുമോ? സംഗീത, കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. രൂക്ഷമായ പ്രതികരണമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. കെ കരുണാകരനെ അട്ടിമറിച്ചവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്ന് പറയുന്ന അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ ഏറ്റവും അധികം ത്യാഗം സഹിച്ചത് കെ കരുണാകരനാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. 2 തവണ കെ കരുണാകരനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും അട്ടിമറിച്ചവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല. കരുണാകരന്റെ ചരമവാർഷികം ആചരിക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തെ വേട്ടയാടിയവർ പശ്ചാത്തപിക്കേണ്ടതാണ് എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. രാജൻ കേസിൽ കരുണാകരനെ കൊലയാളിയായും ചാരവൃത്തി കേസിൽ രാജ്യദ്രോഹിയെ ചിത്രീകരിച്ചവർ മഹാപാപികളാണെന്നും അദ്ദേഹത്തിന്റെ പരാമർശമുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കരുണാകരനെ പലപ്പോഴും പാർട്ടിക്കാർ പോലും ശിക്ഷിച്ചത്. ആരെയും തള്ളി പറയാതെ അദ്ദേഹം എല്ലാ കുറ്റവും സ്വയം തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. തന്നെ ക്രൂരമായി വിമർശിച്ച മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോടോ എല്ലാം തന്നെയും കരുണാകരൻ ഒരിക്കലും അസഹിഷ്ണുത കാട്ടിയിട്ടില്ല എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. അതുപോലെ തന്നെ ഈ തച്ചിൽ എസ്റ്റേറ്റ് മാനേജറുടെ വധം അടക്കം അഴീക്കോടൻ രാഘവൻ വധക്കേസ്, രാജ്യം വധക്കേസ്, പാമൂല്യം കേസ് തുടങ്ങിയ ISRO ചാരവൃത്തി കേസ് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കുന്നു. ഇക്കാര്യങ്ങളിൽ ആരോപണ വിധേയനായ കരുണാകരൻ തന്റെ നിലവാരത്വം മരണത്തിനു മുമ്പ് ദീർഘമായി ചെറിയാൻ ഫിലിപ്പോട് സംസാരിച്ചുവെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. പുതിയൊരു പുസ്തകം താൻ എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ അകത്ത് ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നും 2026 അധികാരമെടുക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും തന്റെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നും അദ്ദേഹം പറയുന്നു. ഇക്കാര്യത്തിൽ കർണാടക ചരമവാർഷിക ദിനത്തിലുള്ള പോസ്റ്റാണെങ്കിൽ കൂടി ചില പരാമർശങ്ങളൊക്കെ തന്നെയും നിലവിൽ രാഷ്ട്രീയ സംഭവ വികാസവുമായി കൂട്ടി വായിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതൃത്വം നൽകിയ തിരുത്തൽവാദി ഗ്രൂപ്പ് കെ കരുണാകരനെതിരെ നിലകൊണ്ടു. കരുണാകരനൊപ്പം നിന്നിട്ട് പിന്നീട് കരുണാകരനുമായി തെറ്റിപ്പിരിക്കുകയും തിരുത്തൽവാദി ഗ്രൂപ്പ് കരുണാകരനെതിരെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ തന്നെ തന്റെ പുസ്തകത്തിൽ ഉണ്ടാകും എന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്ന കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്ന പ്രതികരണം. സംഗീത, മഹേഷ്, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് കരുണാകരനെ സ്വന്തം പാർട്ടിക്കാർ പോലും ശിക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ഈ രമേശ് ചെന്നിത്തല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉന്നമിടുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടും കരുണാകരനെ വേട്ടയാടി എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മുമ്പിൽ തെളിയുന്ന മുഖം ഉമ്മൻചാണ്ടിയുടേതായിരിക്കും. അത് നമ്മൾ കൃത്യമായി സംസാരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പും ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും പലപ്പോഴും കെ കരുണാകരന് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. കെ കരുണാകരന്റെ ഉറ്റ അനുയായിയായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം അടക്കമുള്ളവർ കരുണാകരനെ വേട്ടയാടി എന്ന് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണത്തിന് വ്യക്തമാകുന്നത്. അതൊക്കെ തന്നെ തന്നെ പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നു. നിലവിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പ്രത്യേകിച്ച് NSS SNDP അടക്കമുള്ള സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുകയും അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് ക്ഷണിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം വരുന്നത് നല്ല കാര്യമാണെന്ന തരത്തിലേക്കും അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന തരത്തിലേക്കും SNDP യോഗ ജനറൽ വെള്ളാപ്പള്ളി നടക്കുന്നവർ പ്രതികരണം നടത്തുകയും ചെയ്ത സാഹചര്യവുമായി കൂട്ടി വായിക്കാവുന്നതാണ് ഇന്നത്തെ ചെറിയാൻ ഫിലിപ്പിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഗീത, തീർച്ചയായും മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിലെ നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്ന സാഹചര്യത്തിലാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രസക്തമായി വരുന്നത്.